ആ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഒരു തവണയെങ്കിലും നാം എല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാകും. അത്രമേൽ മനോഹരമായിരുന്നു ആ കാലം. ഒളിച്ചുകളിയും കല്ലുകളിയും പമ്പരം കൊത്തലും എല്ലാമായി പറമ്പിൻ്റെ അതിരുകളിൽ മതിലുകളില്ലാതിരുന്ന കാലം. എല്ലാ വീടുകളും നമ്മുടേതായിരുന്ന കാലം. എല്ലാ അമ്മമാരും അച്ഛന്മാരും നമ്മളെ മക്കളായി കണ്ട് ശ്വാസിച്ചും തല്ലിയും നേർവഴിക്ക് നടത്തിയിരുന്ന കാലം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മൂമ്മമാരുടെ കഥകൾ കേട്ടിരുന്ന കാലം. എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സുവർണകാലം. എന്നാൽ ഇന്നത്തെ കുട്ടിക്കാലമോ? അവർ മുതിർന്നവരാകുമ്പോൾ ഓർക്കാനൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ബാല്യകാലം. 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടപ്പെട്ട പറമ്പിൻ്റെ അതിരുകളും മനസ്സുകളും മതിൽ കെട്ടി വേർതിരിച്ച കാലം. സ്വന്തം വീട്ടിലുള്ളവർ പോലും അന്യരാകുന്ന കാലം. അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും വിലയില്ലാതാകുന്ന കാലം. രക്തബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും അർത്ഥം നഷ്ടപ്പെട്ട കാലം. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിസി എന്ന് എഴുത്തിനിരുത്താത്ത കുരുന്നുകൾ പോലും പാടി നടക്കുന്ന കാലം. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആ പഴയ ബാല്യകാല സ്മരണകൾ ഉള്ളിൽ എവിടെയോ പൂട്ടിവെച്ച് എന്തിനോ വേണ്ടി ഒട്ടും നേരമില്ലാതെ പരക്കം പായുന്ന നമ്മൾ ഓരോരുത്തരുമല്ലേ? മനുഷ്യർക്ക് ഏറെ ഗുണവും സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതിലേറെ ദോഷവും നൽകുന്ന മൊബൈൽ ഫോൺ. ലഹരി വസ്തുക്കളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരെ പോലെ തന്നെയാണ് ഫോണില്ലാതെ 5 മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയാത്തവരും എന്ന് പഠനങ്ങൾ പറയുന്നു. മാറുന്ന ലോകത്തിൽ, സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപെടാൻ അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും. ചാറ്റ്, മെസ്സേജ്, വീഡിയോ കോൾ എന്നിവ വഴി മാത്രം ആശയവിനിമയം നടത്തുന്നവർ
ഒരാളെ നേരിൽ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ കുഴങ്ങും. സാമൂഹ്യ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാത്തവരായി നമ്മുടെ കുട്ടികൾ മാറിയേക്കാം. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കിട്ടിയതുപോലെയുള്ള ഒരു ബാല്യകാലം നൽകണ്ടേ? അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താം. ഇനി മുതൽ അവരുടെ കളിച്ചിരികളാകട്ടെ നമ്മുടെ നേരം പോക്കുകൾ. കൈനിറയെ കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളുമല്ല, മറിച്ച് കുട്ടികളോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന നല്ല നിമിഷങ്ങളാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങൾ.